എന്റെ പൊന്ന് ദീപു, ഞാൻ 2 പ്രാവശ്യം ഇട്ട്. ആണോ? ഈ കോളത്തിൽ ഉണ്ടോ നോക്കി. ഞാൻ നോക്കാം. കിളിക്കാൻ പറ്റിയതാണ് പാട്ടാ. കിളിക്കാൻ പറ്റി കിളിക്കാൻ പറ്റിയാണ്. കിളിക്കാൻ പറ്റി പറയുന്നുണ്ട്. എന്റെ പൊന്ന് ദീപു, ഞാൻ 2 പ്രാവശ്യം ഇട്ടോ. ശരി. എന്നാ അടുത്ത പാട്ടാണോ? അടുത്ത പാട്ട് പാടുക. അടുത്ത പാട്ട് 7 വരെ ഉള്ളു. സ്റ്റാർട്ട് ചെയ്യട്ടെ? 4 വരെ പാടുക. സ്റ്റാർട്ട് ചെയ്തോ? ഓടുക. പൊട്ടിക്കാൻ എനിക്ക് ചിലർക്ക് അടി കിട്ടും. കൊണ്ട ഇത് കാതോട് എന്നുള്ള പാടല്ലേ അതിനകത്തെ? അതല്ല അതാരാ? അവിയാണോ? അഭി ബാക്കി തന്നെ പാടത്തുള്ളൂ. കോറസ് പാടുവാണോ? അഭി കോറസ് പാടുവാണോ? സർഗ സൗന്ദര്യമേ നീ എൻ സത്യ സംഗീതമേ, നിന്റെ സംകീർത്തനം ഓരോ ഇനങ്ങളിൽ പാടുവാൻ നീ തീത്ത മൺവീണ ഞാൻ, നീ എൻ സർഗ സൗന്ദര്യമേ. പൂമാനവും താഴെ ഈ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. പൂമാനവും താഴെ ഈ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. പൂവുകളാകാം 1000 ദീപം, ഉരുകി മെഴുകുതിരിക ചാർത്തും മധുരമൊഴിക കിളികൾ അതിനെ വാഴ്ത്തും മെല്ലെ. ഞാനും കൂടെ പാടുന്നു നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ സത്യ സംഗീതമേ. ഓക്കെ. അഭിച്ചേട്ടാന്ന് വിളിക്കുന്നുണ്ടോ കോമ്പസ്? അബിയുടെ പാട്ട് പോട്ടെ ബ്രോ. അബിയുടെ ഒരു പാട്ടുണ്ട്. എന്റെ 11%. ഞാൻ പറയാം. നിങ്ങൾ അന്ന് പാടിയില്ലേ? അതെ, കൂടാരക്കൂട്ടൽ അല്ലേ? അത് രണ്ടുപേരും കൂടെ പാട്. അല്ല, അഭി ഒറ്റയ്ക്ക്, പക്ഷെ ശ്രീമോഹൻ ചേട്ടൻ സപ്പോർട്ട് ചെയ്ത് തരും. അതാണ് അത് കുഴപ്പമില്ല. പരിവണ്ടേ? ആദ്യമായി കണ്ടെന്നാൽ അന്ന് ദീപു അന്ന് ഇരുന്നപ്പോൾ ഇതുപോലെ ആദ്യം ആരെ ചോദിച്ചല്ലോ ആ പാട്ട്? ആരാ ചോദിച്ചു? അബിയുടെ പാട്ട് കേട്ടെ. കൂടാരക്കൂട്ടൽ 4 വരി. ഓക്കെ, പാത്ത് പോവണ്ട. എന്തോ അല്ലല്ല, ഇവിടെ ദീപു ആകാശത്തോട് നോക്കുന്നേ. പാത്തു ബൈ പറഞ്ഞു. പാത്തുവിന്റെ അടുത്ത് ഇരിക്കാൻ ആകാശം പാത്തു ഈ പാട്ട്. പാത്തു വരാ. പാത്തു പറയൂ. അബിയുടെ പാട്ട് പറ്റിയാണോ? പാത്തു അബിയുടെ പാട്ട് 4 വരി. 4 വരി എത്രയും വരി കിടക്കുക. കണ്ടുപിടിക്കുന്നില്ല. സൂംചി 4 വരി പണിയുണ്ട്. കൂടാരക്കൂട്ടിൽ തേങ്ങും കുയിലേ, ആകാശം തേടും നീലക്കുയിലേ, കൂരിരുളിൽ സ്വന്തം ശ്രുതി ചികയും കുയിൽ